അവന്റെ വരവാണ് സാക്ഷാൽ അഖിൽ മാരാർ അഖിൽ കട്ടാത്തല. എന്നാ ഒന്ന് കാണിക്ക് ശ്രാങ്കെ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? But where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? The great Ali Bhai. ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെള്ളിശാലയിൽ തട്ടെടുക്കുന്ന കുട്ടപ്പത്തല്ലേ? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? ആരാറ് പിന്നെ അനങ്ങുന്നില്ല. ഇത് മോഷൻ പിക്ചർ അല്ലേ, ഇത് വീഡിയോ അല്ലേ ഷൂട്ട് ചെയ്യുന്നേ, അതോ സ്റ്റിൽ ഫോട്ടോ ആണോ? എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. ലോറൻസ് ഒലിവർ, പോൾ മുനി, ജാക്ക് നിക്കൽസൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജയ് കുമാർ, അശോക് കുമാർ, നസറുദ്ദീൻ ഷാ, പരേഷ് റാവൽ തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണുക. എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കേ. കത്തി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പുളികാടിന്റെ പച്ചക്കറി കത്തിയില്ലേ, അത് സെയിം സാധനം. എന്നിട്ട് മലയാളം അങ്ങനെ മുക്കുക. എനിക്ക് അയാളെ കണ്ടിട്ട് ഒരു അലസനെ പോലെയാണ് തോന്നുന്നത്. ജീനിയസുകൾ അങ്ങനെയാണ്, കാഴ്ചയിൽ അലസന്മാരായിരിക്കും. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ. ജയ്സൺ പോയിരുന്നോ? സാറിന് ടോയ്ലറ്റ് പോകാൻ ഫേസ് വല്ലാണ്ടിരിക്കണു. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം, ലൂസ് മോഷൻ. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൈസ് സാധനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. സാറിനെ പോലെ വലിയൊരാളിനെ കണ്ടപ്പോ തോമാച്ചനൊന്ന് വലുതാവാൻ നോക്കിയതാ. പറ്റിക്കുക, അതായത് കോടീശ്വരന്മാരായ പ്രൊഡ്യൂസർമാരെ ലക്ഷപ്രഭുക്കളാക്കി മാറ്റുക. അതാണ് അഖിൽമാരാറെ പോലുള്ള ആളുകളെ കൊണ്ട് കിട്ടുന്ന ഗുണം. പിന്നെ ആകെ അറിയാവുന്ന പണി വായ്ത്താളം വിടലും പ്രൊഡ്യൂസേഴ്സിനെ പറ്റിക്കലും വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കലും സോഷ്യൽ മീഡിയയിൽ ലൈവ് വിട്ടിട്ട് റവന്യൂ ഉണ്ടാക്കലും മാത്രം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എല്ലാരും വിളിച്ചു.